ഫഹദ് ഫാസിലിന് ADHD രോഗം, അദ്ദേഹം തന്നെ അത് പറഞ്ഞു, വലിയ ചർച്ചയായി, വലിയ ശ്രദ്ധയാണ് ഈ രോഗത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രോഗികളുടെ എണ്ണം സമൂഹത്തിൽ കുതിച്ചുയരും. മനഃശാസ്ത്രജ്ഞന്മാർക്ക്, സൈക്കാട്രിസ്റ്റുകൾക്കൊക്കെ ചാകര വീഴുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നായികയ്ക്ക് ബ്ലഡ് ക്യാൻസർ. അതോടെയാണ് കേരളം ബ്ലഡ് ക്യാൻസർ എന്ന ഒരു മാരക രോഗത്തെ തിരിച്ചറിയുന്നതും പിന്നീട് ആ രോഗം വളരെ പടരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ ഒരിക്കൽ പറഞ്ഞു, തനിക്ക് മയസ്തീനിയ ഗ്രാവിസ് എന്ന രോഗമാണ്. പല രോഗങ്ങളുടെയും പേരുകൾ സാധാരണക്കാർ കേൾക്കുന്നതും പഠിക്കുന്നതും ആ രോഗം തനിക്കുണ്ടോ എന്ന് സംശയിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ്. സെലിബ്രിറ്റീസ് പറയുമ്പോൾ സാമന്ത റൂത്ത് പ്രഭു ഒരു നടിയാണ് തെന്നിന്ത്യയിലെ. അവർ പറഞ്ഞത് മയോസ്റ്റൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ തകരാറ് തനിക്കുണ്ടെന്നാണ്. വീണ്ടും ആരാധകർ ആ രോഗത്തെക്കുറിച്ച് തിരയുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. ആ രോഗം ബോധതലങ്ങളിലും അബോധതലങ്ങളിലും സമൂഹത്തിൽ പടരുന്നു. സെലേന ഗോമസ് തനിക്ക് ലൂപ്പസ് തകരാറുണ്ടെന്നാണ് പറഞ്ഞത്. SLE എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന വളരെ ചുരുക്കം, വളരെ അപൂർവമായ രോഗങ്ങളാണിതെല്ലാം. സെലിൻ ഡിയോൺ പ്രശസ്തയായ ഗായികയാണ്. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന പാട്ടിൽ വളരെ പ്രശസ്തയാണ് അവർ. സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം, അങ്ങനെ ഒരു രോഗമാണ് അവർ വിളംബരം ചെയ്തത്. ബെല്ല ഹാഡിസ് സൂപ്പർ മോഡലാണ്. അവർക്ക് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത് ലൈം ഡിസീസാണ്. സൽമാൻ ഖാൻ 2017 പ്രഖ്യാപിച്ച ഒരു രോഗം ട്രൈജെമിനൽ ന്യൂറാൾജിയയാണ്. ഇപ്പോഴിവിടെ ഫഹദ് ഫാസിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തനിക്ക് ADHD രോഗമുണ്ടെന്നാണ്. ഉടനെ തുടങ്ങി നമ്മുടെ യൂട്യൂബ് ആരോഗ്യ വിദഗ്ധന്മാർ ADHD എന്താണ്, അതിൻ്റെ തകരാറുകൾ എന്താണ്, അതിനുള്ള ചികിത്സകൾ എന്താണ്, അങ്ങനെ വിശദമായി ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫഹദ് ഫാസിലിൻ്റെതായതുകൊണ്ട് ആളുകൾ മുഴുവൻ വളരെ താല്പര്യത്തോടെ ഇതെല്ലാം കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം സെലിബ്രിറ്റികളുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? ഈ സെലിബ്രിറ്റികളെല്ലാം തന്നെ കാശ് കൊടുത്താൽ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നവരും അതിനനുസരിച്ച് സംസാരിക്കുന്നവർ, അഭിനയിക്കുന്നവരൊക്കെയാണ്. ഫഹദ് ഫാസിലും ഒരു നടനാണ്. ADHD പ്രഖ്യാപനം അങ്ങനെ ഒരു അഭിനയമാണോ എനിക്കറിയില്ല, അതോ യാഥാർത്ഥ്യമാണോ അതും അറിയില്ല. കാരണം ഇവർ നടന്മാരാണ്, നടീനടന്മാരാണ്. പക്ഷേ അഭിനയമല്ല, ഇത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അങ്ങനെ കരുതിക്കൊണ്ട്, പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ എന്നൊരു രോഗമുണ്ട്. ഒരു ശവപ്പെട്ടി കാണിച്ചിട്ട് ഈ ഒരു ചെറിയ മരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ലോകപ്രശസ്തമായൊരു മാസികയിൽ ഒരു നടി കൊളസ്ട്രോൾ രോഗവും ലിപ്പിറ്റോർ എന്ന മരുന്നും കൂടെ ഒരുമിച്ച് പ്രചരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതുപോലെ പല രോഗങ്ങളും ഇങ്ങനെ പ്രചരിപ്പിക്കാൻ മരുന്ന് കമ്പനികൾ സെലിബ്രിറ്റികളെ കൂട്ടുപിടിക്കുന്നു. ആദ്യം മരുന്നുണ്ടാക്കുന്നു, പിന്നീട് മരുന്നിന് പറ്റിയ രോഗമുണ്ടാക്കുന്നു. മാൻഹട്ടൻ എന്നും പറയും, ഫർണിഷ്ഡ് മുറികളിലിരുന്ന് ഡിസീസ് ഡിസൈനേഴ്സ്, സർ
ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യകോശങ്ങളിൽ മൃഗകോശങ്ങളിലെല്ലാം ഗവേഷണം നടത്തി ഒരു പുതിയ സെൽ റെസ്പോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ ഒരു പുതിയ രോഗമാക്കി ഡിസൈൻ ചെയ്ത് തരണം. കോടികൾ കിട്ടുന്നൊരു ബിസിനസ്സാണ്, ആരോഗ്യ പ്രവർത്തനമാണ് ഒരു പുതിയ രോഗത്തെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കാലമായതുകൊണ്ടൊക്കെ ഞാൻ സംശയിച്ചു പോയതാണ്. ഫഹദ് ഫാസിൽ എന്നോട് പിണങ്ങരുത്, അദ്ദേഹം തുറന്ന് സത്യം തന്നെ പറഞ്ഞു എന്നുള്ള ഒരു ധാരണയിലെത്താനാണ് എനിക്കിഷ്ടം. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ADHD ഒന്ന് പരിശോധിക്കാം. ഇതെന്താണ് രോഗം, ഇതിൻ്റെ ലക്ഷണം എന്താണ് എന്നെല്ലാം നിരവധി യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതലായി ഞാൻ ആ വിശകലനത്തിലേക്ക് കടക്കുന്നില്ല. വളരെ കുറച്ച് മാത്രം പറയാം. ഇതൊരു പക്ഷേ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളിത് മുഴുവൻ കേൾക്കണമെന്ന് മാത്രമല്ല, കഴിയുന്നത്ര ആളുകളിലേക്ക് മത്സരിച്ച് തന്നെ ആവേശത്തോടെ നിങ്ങളിത് എത്തിക്കുകയും വേണം. കാരണം ഇത് വലിയൊരു ആപത്താണ് സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിൽ അറിഞ്ഞായാലും അറിയാതെയായാലും വലിയൊരു ദ്രോഹമാണ് നമ്മുടെ മനുഷ്യരോട്, പ്രത്യേകിച്ച് കുട്ടികളോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവൻ കേൾക്കണം, കഴിയുന്നത്ര പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നേച്ചർ ലൈഫ് TV യൂട്യൂബ് ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഓൾ കൂടെ ഒന്ന് അമർത്തിയാൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് ഓരോ പുതിയ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആരോഗ്യരംഗത്ത് നിങ്ങൾക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ 2300ഓളം വീഡിയോകൾ നേച്ചർ ലൈഫിൽ കിടക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ 4-5 കൊല്ലം കഴിയുമ്പോൾ ശരിയാണ് എന്ന് സമ്മതിച്ചു വരുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് കാണുക, മനസ്സിലിരിക്കട്ടെ. കുറേ നുണയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും കുറേ നുണയുടെ വാക്സിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതുമൊക്കെ ശരിയായില്ലേ സുഹൃത്തുക്കളെ? ഏതായാലും ഫഹദ് ഫാസിലിൻ്റെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ശ്രദ്ധ കമ്മി, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരിക, ആക്രാന്തം പിടിച്ച് പലതുമൊക്കെ ചെയ്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന് വേണമെങ്കിൽ ഇതിനെ ഒരുവിധം പറയാം. ഇനറ്റൻറ്റീവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിനൊന്നിലുള്ളത്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ, കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുന്നില്ല. അപ്പോഴേക്കും വേറെന്തെങ്കിലും വരും. മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതസഞ്ചാരം കിം ഭ്രൂമോ വൈകൃതം സഖേ. സ്വതേ തന്നെ കൊരങ്ങൻ, വിക്രിയകൾക്ക് വെകിളിക്ക് വേറൊന്നും വേണ്ടല്ലോ, സ്വതേ കൊരങ്ങൻ. ഇതൊരു പുതിയ രോഗമാണ്, അലോപ്പതിക്കാരൻ കണ്ടുപിടിച്ച രോഗമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവിടെ ഒരു കാര്യത്തിലും ചെയ്യുന്ന കാര്യങ്ങളിൽ തുടരാൻ പറ്റില്ല. അപ്പോഴേക്കും വേറൊന്ന് വരും, അത് ചെയ്യുമ്പോൾ തന്നെ ഇത് വേറൊന്ന്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വിട്ടുപോകും. തുടങ്ങുന്ന ഒരു കാര്യവും തീർക്കില്ല, പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവും. അപ്പോഴേക്കും താല്പര്യം വേറൊന്നിലേക്ക് വരും. ഓരോരോ സാധനങ്ങൾ എവിടെയാ വെച്ചതെന്ന് അറിയാണ്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കും. ഇതൊക്കെയാണ് ഒരു ഭാഗം, ഈ രോഗത്തിൻ്റെ വിശേഷണമാണ്. പിന്നെയാണ് ഹൈപ്പർ ആക്റ്റീവ്. പെട്ടെന്ന് ബോറടിക്കും, ഒരു കാര്യത്തിലൊരു തൃപ്തിയില്ല, താല്പര്യം അപ്പോഴേക്കും പോയി. ചെയ്തു തുടങ്ങുമ്പോഴും താല്പര്യം പോയി, ബോറടിയായി. ചെയ്യാതിരുന്നാലും ബോറടിക്കും, ചെയ്തോണ്ടിരുന്നാലും ബോറടിക്കും. വിശ്രമം എന്നത് ഉണ്ടാവില്ല, ഹൈപ്പർ ആക്റ്റീവാണ്. ഒരു സ്വസ്ഥതയില്ലാതെ, സ്വൈര്യമില്ലാണ്ട്, വേവലാതിപ്പെട്ട് അസ്വസ്ഥമായി അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പരാക്രമങ്ങളാണ്. വെറുതെ ഇരിക്കാൻ പറ്റില്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യുക?
എല്ലാം തിരക്കിലാണ്. തിരക്കിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിമറിച്ച് പൊട്ടിച്ച് ആകെ കൂടി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കും. അത് മനഃപൂർവ്വം പൊട്ടിക്കുന്നതാണ്, തകരാറിലുണ്ടാക്കുന്നതെന്നല്ല, ആ തിരക്കിൻ്റെ ബഹളത്തിൻ്റെ ആക്രാന്തത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അശ്രദ്ധയുടെ തകരാറുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീടാകെ ഇളക്കി മുറിച്ച് തലതിരിച്ചു വയ്ക്കും. മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊരു വിനോദമാണ്, വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ വേണമെങ്കിൽ ഇമ്പൾസീവായ ഒരു ഘട്ടമെന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. ആലോചനയില്ലാണ്ട് ഓരോരോ കാര്യങ്ങൾ എടുത്തങ്ങ് ചാടുക, അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് കയറുക, ഇടക്ക് കയറി സംസാരിക്കുക, ഒരഭിപ്രായം ഇടക്ക് കയറി പറയുക. ക്ഷമയില്ലാഞ്ഞിട്ടാണ്, കാത്തിരിക്കാൻ വയ്യ. അനുവാദം ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട കാര്യങ്ങൾ അനുവാദമൊന്നും ചോദിക്കാണ്ട് അങ്ങോട്ട് ചെയ്യുക. അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്യൂവിൽ നിൽക്കാൻ പോലും പ്രയാസമാണ്, അക്ഷമരാകും. ഒരു സാഹചര്യത്തിൽ പെരുമാറാവുന്നതിന് അപ്പുറത്തേക്ക് വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാക്കും. പെൺകുട്ടികളാണെങ്കിൽ ഓരോന്നിൽ ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും, അമിതമായി സംസാരിച്ചുകൊണ്ടിരിക്കും. വായാടികളെന്നിങ്ങനെ പറയുകയല്ലേ, എളുപ്പത്തിൽ കരഞ്ഞു എന്ന് പറയും, പെട്ടെന്ന് കരയും. മുതിർന്നവരിലാണെങ്കിൽ, ഇത് കുട്ടികളിലാണ് ഈ രോഗം മരുന്ന് കമ്പനികൾ തുടങ്ങിയത്, കുട്ടികളിൽ. അത് പിന്നെ ഡാഡ് വിത്ത് ADHD, മം വിത്ത് ADHD അങ്ങനെ വികസിപ്പിച്ച് വളർത്തി പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നൊരു രോഗമാണ്. അപ്പോൾ മുതിർന്നവരിലാണെങ്കിൽ ചെയ്തു തീർക്കാവുന്ന ജോലി മാറ്റി മാറ്റി അങ്ങനെ വെക്കുക, പിന്നെ അവസാന നിമിഷത്തിൽ പരാക്രമം പിടിച്ച് ചെയ്യാനുള്ള തത്രപ്പാടായി. വേണ്ടത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് അസ്വസ്ഥമാകുന്നു, ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ ഇംപേഷ്യൻ്റ് ആകുന്നു, ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മറക്കും, പിന്നെ അത് തെരഞ്ഞു നടക്കും. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഈ പുതുരോഗത്തിന്. 1798 തുടങ്ങിയിട്ടുള്ള ചില സൂചനകൾ പറയപ്പെടുന്നുണ്ട്. സർ അലക്സാണ്ടർ ക്രൈറ്റൺ, ഒരു സ്കോട്ടിഷ് ഫിസിഷ്യനാണ് ഈ രോഗം ആദ്യമായി കുറിച്ചു വയ്ക്കുന്നത്. പക്ഷേ 2000 ആണ്ടിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനാണ് ഈ രോഗത്തെ ആഭരണങ്ങളെല്ലാം അണിയിച്ച് മിന്നുന്ന വസ്ത്രങ്ങളെല്ലാം ഉടുപ്പിച്ച് പൊതുജന സമക്ഷം ശരിയായി അവതരിപ്പിക്കുന്നത്. ഡിസീസ് ഡിസൈനേഴ്സിൻ്റെ സഹായം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഓരോരോ വിദഗ്ധന്മാർ പറയുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുമായി നോക്കിയാൽ ഈ രോഗ ലക്ഷണമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ? ഒരു കുഞ്ഞു കുട്ടിയെ കാണാൻ പറ്റുമോ? സകലരെയും നമുക്ക് ADHDക്ക് ചികിത്സിക്കാൻ പറ്റും. ഈ ലക്ഷണങ്ങളിൽ ഒരു 5 എണ്ണം ഇല്ലാത്ത ഒരു മനുഷ്യനും ഒരു കുട്ടിയും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അതാണ് കളി. നമ്മുടെ ചില ആരോഗ്യ മാസികകളുണ്ട്. ഒരാരോഗ്യ മാസിക വാങ്ങി വായിച്ചാൽ അതിൽ പറയുന്ന 10 രോഗങ്ങളിൽ 5 രോഗവും തനിക്കുണ്ട് എന്ന് സകലർക്കും ബോധ്യമാകും. ഓരോ രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ശരിയാണല്ലോ, ഈ ലക്ഷണമൊക്കെ എനിക്കുണ്ടല്ലോ ഡോക്ടറെ, ഞാൻ ഈ രോഗം എനിക്കുണ്ടെന്ന് അറിഞ്ഞത് ആ ആരോഗ്യ മാസിക വായിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ചെറുതൊന്നുമല്ല. അതും പറഞ്ഞ് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നാൽ ആ രോഗങ്ങൾക്കുള്ള മരുന്നും ചികിത്സയും അങ്ങ് തുടങ്ങും. പിന്നെ ഈ രോഗി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ വായിച്ചിട്ടുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ രോഗചികിത്സ തുടങ്ങിയതെന്ന് പറയില്ല. ഈ രോഗത്തിന് ഞാൻ ചികിത്സയിലാണ്, ആ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വരിക. മെഡിക്കലൈസേഷൻ ഓഫ് ലൈഫ്, ജീവിതത്തെ മരുന്നുവൽക്കരിക്കൽ, മരുന്നിലകപ്പെടുത്തൽ, മരുന്നിൻ്റെ കെണിയിൽപ്പെടുത്തൽ, ചികിത്സയുടെ കെണിയിൽപ്പെടുത്തൽ, ഇതിൻ്റെ ഭാഗമാണ് ഈ ADHDയും. 1980കളിലാണ്
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ലക്ഷണങ്ങളെയും ഓരോരോ പ്രത്യേകതകളെയും ഓരോ തനിയെ മാറിപ്പോകുന്ന ചെറു ലക്ഷണങ്ങളെയും വലിയ രോഗങ്ങളുമായി ക്ലബ് ചെയ്ത് എല്ലാറ്റിനും മരുന്ന് കഴിപ്പിക്കുക. മനുഷ്യൻ ഉറങ്ങുന്നില്ല എങ്കിൽ ഉറങ്ങാൻ മരുന്ന്, ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അതിന് മരുന്ന്, എഴുന്നേൽപ്പിക്കാൻ മരുന്ന്, എഴുന്നേറ്റാൽ ഉന്മേഷമില്ല എങ്കിൽ അതിന് മരുന്ന്, ഉറക്കത്തിൽ ഇടയ്ക്കിടെ ഉണർന്ന് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മരുന്ന്, മൂത്രമൊഴിക്കുന്നില്ലെങ്കിൽ മരുന്ന്, ഉറക്കത്തിൽ വികാരങ്ങളുണ്ടായി സ്ഖലനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് മരുന്ന്, ഉണർന്നു കഴിഞ്ഞാൽ പല്ല് തേക്കാൻ കെമിക്കലുകൾ കൂടുതൽ കൂടിയ മരുന്ന് പേസ്റ്റ്, വായയിൽ അണുക്കളെ കൊല്ലണം, ദേഹത്ത് മുഴുവനും അണുക്കളുണ്ട് അവയെല്ലാം കൊല്ലണം, സോപ്പ്, അതിന് ഇംഗ്ലീഷ് മരുന്ന് സോപ്പ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം, പെസ്റ്റ് കൺട്രോൾ നടത്തണം, ദേഹം മുഴുവനുമായി. ഇപ്പോഴല്ലേ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പ്രൊട്ടക്റ്റീവ് ബാക്ടീരിയകളാണ്, ഫ്രണ്ട്ലി ബാക്ടീരിയകൾ എന്നുള്ളൊരു പേരും കൊണ്ടുവന്നത്. ഉദ്ധാരണം ഉണ്ടാക്കാൻ മരുന്ന്, വയാഗ്ര, നയാഗ്ര, അത് പുരുഷന്മാർക്ക് പ്രത്യേക മരുന്ന്, സ്ത്രീക്ക് വേറൊരു മരുന്ന്. ഉദ്ധാരണം ഉണ്ടായാലും സെമൻ ഉണ്ടാകുന്നില്ല, അതിന് മരുന്ന്. ഓം ഉണ്ടാകാൻ മരുന്ന്, ആർത്തവം ഉണ്ടാകാൻ മരുന്ന്, ആർത്തവം ഉണ്ടായാൽ അത് നിർത്താൻ മരുന്ന്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പ്രത്യേക മരുന്ന്. അതിങ്ങനെ ഗർഭകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കണം, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം, കൈയുള്ളിലിട്ട് കുത്തി നോക്കിക്കൊണ്ടിരിക്കണം. ചെടി വേര് മുറിക്കുന്നുണ്ടോ വേരുകൾ എടുക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണ്ടേ? പൊക്കി നോക്കുക, കുഴിച്ചിടുക, പൊക്കി നോക്കുക, കുഴിച്ചിടുക, വേര് പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ 10 മാസവും നോക്കിക്കൊണ്ടേയിരിക്കണം. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുന്നോട് മരുന്നാണ്, വാക്പാപങ്ങളുടെ കുത്തുകളാണ്. തുള്ളികളായി പെരുമഴ, കുത്തായി കുത്തോട് കുത്ത്. കുഞ്ഞിന് ആരോഗ്യം വേണ്ടേ? ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ മരുന്നുവൽക്കരിച്ചിരിക്കുന്നു. മരുന്ന് കമ്പനികൾ അവരുടെ കീശയിലാക്കിയിരിക്കുന്നു, കെണിയിലാക്കിയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ADHD എന്ന പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈക്യാട്രിസ്റ്റുകൾക്ക് ചാകര. നമ്മുടെ സ്കൂളുകളിലെ ടീച്ചർമാർക്കെല്ലാം സൈക്യാട്രിസ്റ്റുകൾ ഓറിയന്റേഷൻ കൊടുത്തിരിക്കുകയാണ്. കുട്ടികളിൽ ഈ വക ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് അയച്ച് കൗൺസിലിങ്ങും ഇത്തിരി മരുന്നും കൂടെ കൊടുത്താൽ ഇത് വലുതായി വലുതായി കുഴപ്പത്തിലേക്ക് പോവില്ല. അപ്പോൾ ടീച്ചർമാർ വളരെ ശ്രദ്ധയോടെയാണ് കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടാൽ ഉടനെ അത് ADHD ആണ്, ഉടനെ ചികിത്സയ്ക്ക് അയക്കണം. ഇതാണ് ഓറിയന്റേഷൻ കിട്ടിയിട്ടുള്ളത്. പല ടീച്ചർമാരും അത് ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ തലവേദന ഉണ്ടാക്കുന്ന ചില ബിരുദന്മാരുണ്ട്, ബിരുദത്തികളുണ്ട്. അതുങ്ങളെയെല്ലാം രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തി നേരെ ചികിത്സയ്ക്ക് വിടുകയാണ്. സൈക്യാട്രിസ്റ്റുകൾക്ക് ചാകര. ആ കുട്ടികളുടെ കാര്യം കഷ്ടമാവും. സാഹിത്യകാരൻ കുട്ടി, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവന് ബോറടിയാവും. ബോറടി ADHD ലക്ഷണമാണ്. ഓരോരോ ഭാവനകൾ കണ്ട് സാഹിത്യകാരനാവേണ്ട കുട്ടി, OV വിജയനാവേണ്ട കുട്ടി, സുകുമാർ അഴീക്കോടാവേണ്ട കുട്ടി, ONV ആവേണ്ട കുട്ടി, കണക്ക് സാറിൻ്റെ മുന്നിൽ ADHD ആവും. ഭഗവാനെ, ഈ ADHD ആദ്യം ചികിത്സിച്ചിരുന്നെങ്കിൽ സുകുമാർ അഴീക്കോട് എന്നൊരു പേര് നമ്മൾ കേൾക്കുമായിരുന്നോ? ONV ഉണ്ടാകുമായിരുന്നോ? വയലാർ രാമവർമ്മ ഉണ്ടാകുമായിരുന്നോ? OV വിജയൻ ഉണ്ടാകുമായിരുന്നോ? കൽപ്പറ്റ നാരായണൻ മാഷ് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ സാഹിത്യകാരൻ കുട്ടി, കണക്ക് സാറിന് ADHD ആണ്. കവിക്കുട്ടിയാണെങ്കിലോ സയൻസ് സാറിന് കണ്ണി കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല, ADHD ട്രീറ്റ്മെൻറ്റിന് വിടും. മെക്കാനിക്കുകാരൻ കുട്ടിയാണെങ്കിലോ അവൻ എവിടെയെങ്കിലും ഇട്ട് തുറന്ന് അതഴിച്ച് ഒരു കമ്പ്യൂട്ടർ അങ്ങ് കൊടുത്താൽ അവനത് കഷ്ണം കഷ്ണമാക്കിയിട്ട് കൂട്ടിത്തരും. ഒരു തയ്യൽ മെഷീൻ കൊടുത്താലും ക്യാമറ കൊടുത്താലും അവനതെല്ലാം അഴിച്ച് തിരിച്ച്
ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പണികളെല്ലാം അവൻ സുന്ദരമായിട്ട് ചെയ്തു തരും. അവനെ പിടിച്ച് ചരിത്രം ക്ലാസ്സിലിരുത്തുകയാണ്. ചരിത്രം പഠിക്കണം. അലക്സാണ്ടർ ചക്രവർത്തി എത്ര മന്ത്രിമാരുമായിട്ടാണ് രാജ്യം ഭരിച്ചത്? അലക്സാണ്ടർ ചക്രവർത്തി രാജ്യം ഭരിച്ചാൽ അവനെന്ത്, ഭരിച്ചില്ലെങ്കിൽ ഇവനെന്ത്? പോയി പണി നോക്കാൻ പറ. എനിക്ക് താല്പര്യം. അവന് ADHD ആണ്, അവന് താല്പര്യം, അവന് ശ്രദ്ധയില്ല, ശ്രദ്ധ കമ്മി രോഗമാണ്. എങ്ങനെയാണ് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേർന്ന് വരിക? ശ്രദ്ധ കമ്മിയും ഹൈപ്പർ ആക്ടിവിറ്റിയും, ഒരു താല്പര്യമില്ലായ്മയും അമിത താല്പര്യമില്ലായ്മയും ഒരു രോഗമായി എങ്ങനെയാണ് ക്ലബ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു കുട്ടിയും ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, 2 ഭാഗത്ത്, 5 ഭാഗത്ത് ഫിറ്റാവാത്ത ഒരു കുട്ടിയും ഒരു മനുഷ്യനും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. പ്രസംഗക്കാരൻ, രാഷ്ട്രീയ കുട്ടി, സയൻസ് സാറിനും കണക്ക് സാറിനും ചിലപ്പോൾ ഹിന്ദി സാറിനും ഇംഗ്ലീഷ് സാറിനും ഒക്കെ തലവേദനയായിരിക്കും. അവൻ പ്രതികരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, എതിർക്കും. ADHD ആണ്, ചികിത്സയ്ക്ക് അയക്കണം. പിണറായി വിജയനും ഉണ്ടാവില്ലായിരുന്നു, ഉമ്മൻചാണ്ടിയും ഉണ്ടാവില്ലായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഗണേഷ് കുമാറോ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ ഇന്ദിരാഗാന്ധിയോ നെഹ്റുവോ രാജാജിയോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നല്ലൊരു ട്രീറ്റ്മെന്റ് ADHD ട്രീറ്റ്മെന്റിന് വിട്ടിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടാകുമായിരുന്നോ? ചികിത്സിച്ച് നേരെയാക്കി കളയുമായിരുന്നില്ലേ? നല്ല വട്ടായിരുന്നില്ലേ മഹാത്മാഗാന്ധിക്ക്? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനോട് എതിർക്കാൻ പോവോ? ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നില്ലേ? സബർമതി ആശ്രമത്തിൽ നിന്ന് ദാണ്ഡി കടപ്പുറം വരെ നടക്കുകയല്ലേ? ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അങ്ങനെ നടന്നത്? ഉപ്പുണ്ടാക്കല്, കടൽ വെള്ളം പറ്റിച്ച് ഉപ്പുണ്ടാക്കല്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പിന്നെ ശ്രദ്ധ കമ്മി രോഗം. ബ്രിട്ടീഷുകാരൻ പറയണത് കേട്ട് അതിനനുസരിച്ചിരുന്ന, അങ്ങനെ ശ്രദ്ധിച്ചങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നോ? ആകാംക്ഷക്കാരൻ കുട്ടിയുണ്ട്. അതെന്താ ടീച്ചറെ, ടീച്ചറെ ഇതെന്താ ടീച്ചറെ, അങ്ങനെ എന്താ ടീച്ചറെ? സകല ടീച്ചർമാർക്കും ഈ ആകാംക്ഷക്കാർ കുട്ടികളെ കാണുന്നത് ചതുർത്ഥിയാണ്. ADHD ചികിത്സക്ക് അയക്കണം. ആവേശക്കാരൻ കുട്ടിക്കും ADHD, അത് വെറും HD. തണുപ്പൻ കുട്ടിയാണെങ്കിൽ AD. വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണം സങ്കടക്കാരൻ കുട്ടി, അതും AD. അത് സങ്കടമാണ്. അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, അത് ADയാ. സ്നേഹമില്ലാതെ തമ്മി തല്ലുന്ന വീട്ടുകാർ അച്ഛനും അമ്മയും 2 വഴിക്കാണ്. അതുകൊണ്ട് മാനസികമായി തകർന്ന കുട്ടി, അത് AD. അവനിടക്ക് പൊട്ടിത്തെറിച്ചൊന്നു വരും, കൂട്ടുകാരുമായിട്ട് മാന്തുകയും കടിക്കുകയും വെടിക്കുകയും ഒക്കെ ചെയ്തൊന്നു വരും. അത് ADHD തന്നെയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിക്കിട്ടടിയാണ്, വേണ്ട ഭക്ഷണവും ഇല്ല. കള്ളു കുടിച്ചു വന്ന അച്ഛൻ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കും. ഒരു വശത്ത് പട്ടിണിയും മർദ്ദനവും ദുരിതവും കാരണം പൊട്ടിത്തെറിക്കുന്ന കുട്ടികൾ, ചെറിയ അക്രമം കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ADHD ആണ്. എന്താ സംശയം? അത് ജീനിൻ്റെ തകരാറാണ്, ജനറ്റിക്കൽ പ്രോബ്ലമാണ്. ADHD സൈക്കാട്രിക് പ്രോബ്ലമാണ്. ചികിത്സ വേണ്ടേ? ഗുളിക തിന്നണ്ടേ? മരുന്ന് കമ്പനികൾ വെറുതെ ആണോ ഈ മരുന്നൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? സകലരെ കൊണ്ടും മരുന്ന് കഴിപ്പിക്കുക. മെർക്ക് എന്ന് പറയുന്ന മരുന്ന് കമ്പനിയുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഹെൻറി ഗാർട്സ്ഡാൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കും മരുന്ന് വിൽക്കുന്ന മെർക്ക്, അതാണ് എൻ്റെ സ്വപ്നം. ഇപ്പോൾ ഞങ്ങൾക്ക് രോഗികൾക്കുള്ള മരുന്നുകൾ മാത്രമേ, ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. റിഗ്ലീസിനെ നോക്ക്, അവർ സകലർക്കും വേണ്ടി ച്യൂയിംഗം ഉണ്ടാക്കുന്നു. ആരോഗ്യമുള്ളവർക്കും മരുന്ന് വിൽക്കുന്ന മെർക്ക്, അതാണ് എൻ്റെ സ്വപ്നം. അയാളത് നടത്തിയെടുത്തു. അതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത്. രോഗമില്ലാത്തൊരു മനുഷ്യനില്ല. തുമ്മുന്നത് രോഗം, മൂക്ക് ചീറ്റുന്നത് രോഗം, എവിടെയെങ്കിലും ഒരു ചെറിയ വേദന വരുന്നത് മഹാരോഗം.
അമിതമായി കഴിച്ച ഭക്ഷണം ദഹിക്കാതിരിക്കുന്നത് രോഗം. അമിതമായ ഭക്ഷണം കൈകാര്യം ചെയ്യാനാവാതെ കുടലിൽ എന്തെങ്കിലും ഒരു വിമ്മിട്ടം കാണിച്ചാൽ അതൊരു രോഗം. അത് വയറ്റിൽ നിന്ന് കളയാൻ പറ്റാതെ വന്നാൽ അത് മഹാരോഗം. അതെടുത്ത് പരിശോധിച്ച് അണുവിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലാനുള്ള അങ്കിൾബയോട്ടിക്കും ആൻറ്റിബയോട്ടിക്കും ഇട്ട് കൊടുക്കണം. കഴിച്ചത് കുഴിമാന്തിയാണെങ്കിൽ, ഷവർമ്മയാണെങ്കിൽ അത് വയറ്റിൽ കിടന്ന് മയണൈസുമായി ചേർന്ന് മയണൈസ് മരണൈസാകുമ്പോൾ ഛർദിപ്പിച്ച് കളയാനും വയറിളക്കി കളയാനും നോക്കിയാൽ അതിനൊക്കെ മരുന്ന് കൊടുക്കും. ആ മരുന്ന് കഴിച്ചിട്ടാണ് വാസ്തവത്തിൽ മരണം ഉണ്ടാവുന്നത്. ഛർദി നിർത്താനാ മരുന്ന്, വയറിളക്കം നിർത്താനാ മരുന്ന്. നന്നാവില്ലേ? കൊല്ലണത് കുഴിമാന്തിയല്ല, ഷവർമയുമല്ല, അതിൻ്റെ പേരിൽ നടക്കുന്ന ചികിത്സയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ മരുന്നുകൾ ഏതൊക്കെയാണ് കൊടുത്തതെന്ന് നോക്ക്. ഇനി ഈ ADHD കൂടിക്കൂടി വരികയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ള എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇതൊക്കെ പറഞ്ഞാലും ഇത് ഒരു രോഗം പോലെ വന്നിരിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ടാകും. ഇത് പറയുന്നതെല്ലാം ഒരു പരിധിവരെ കഴിഞ്ഞു പോകുക, വ്യക്തിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാകുക, അതിനൊന്നും മരുന്നല്ല പരിഹാരം. പക്ഷെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു അന്വേഷണം ഞാൻ നടത്തി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അങ്ങനെയാണ് ആദ്യം തുടങ്ങിയതിൽ ഒന്ന്. ഇതിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി, പല പ്രഖ്യാപനങ്ങളും നടത്തി, പല രോഗങ്ങൾ പറഞ്ഞ്, പല ചികിത്സകൾ നടത്തിയൊക്കെയാണ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കാച്ചിക്കുറുക്കി ADHD രോഗം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അതിലൊന്നാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. MD Med India എന്നൊരു സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ മെഡിക്കേഷൻസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ടു കോസ് ഇൻക്രീസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് കണ്ടു. ഡ്രഗ് വിത്ത് സൈഡ് ഇഫക്റ്റ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അപ്പം ഇത് മരുന്നുണ്ടാക്കുന്നത് കൊണ്ടോ ഇതിൽ? ഫഹദ് ഫാസിലിന് ഈ പ്രായത്തിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ വല്ലതും ആണോ? ഏതെങ്കിലും രോഗത്തിലുള്ള മരുന്നെടുത്ത് കഴിച്ചതാണോ എന്ന്. എസ്ലി കാർബാസെപ്പിൻ അതൊരു മരുന്നാണ്, അപസ്മാരത്തിന് നൽകുന്ന മരുന്നാണ്. ചെറുപ്പകാലങ്ങളിൽ കുട്ടികളുടെ ഫിറ്റ്സിന് കൊടുത്തിട്ടുള്ള മരുന്ന് പിൽക്കാലത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടാക്കാം. ഫെനറ്റൈൽ വേദനാസംഹാരിയാണ്. വേദനകൾക്ക്, പ്രത്യേകിച്ച് മോഡറേറ്റ് ടു സിവിയർ വേദനകൾക്ക് നൽകുന്ന ഓപ്പിയോയിഡ് മരുന്നാണ്. പെട്ടെന്ന് വേദന മാറ്റിത്തരും, പക്ഷേ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടാക്കും. ഫ്ലൂസെറ്റീൻ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ എന്തോ തകരാറെന്നെല്ലാം പറഞ്ഞ് പെട്ടെന്നുണ്ടാകുന്ന പേടി, കടുത്ത ആകാംക്ഷ, അതിനൊക്കെ നൽകുന്ന മരുന്നാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഇതിനെല്ലാം നൽകി വരുന്ന മരുന്നാണ്. മെഡ്രോക്സി പ്രൊജസ്റ്ററോൺ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക്, ആർത്തവം പെട്ടെന്ന് നിൽക്കുന്നതിന്, അസാധാരണമായ ആർത്തവത്തിനെല്ലാം നൽകുന്ന മരുന്നാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടാക്കും. മെത്തൽഫീനഡൈറ്റ്, ഈ മെത്തൽഫീനഡൈറ്റ് നൽകുന്നത് ADHD രോഗം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ദോഷഫലം, അതിൻ്റെ സൈഡ് എഫക്റ്റ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് എന്ന് പറയുമ്പോൾ ഇതാലോ ചതിയല്ലേ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക? രോഗത്തെക്കാൾ എത്രയോ ഭീകരമാണ് ചികിത്സകളെന്ന് ഞാൻ പുറകെ പറയാം. ഇനി മെഡ് ഇന്ത്യ വെബ്സൈറ്റ് പറയുന്നു, this section presents medications that are known to potentially leads to
impairment of attention as side effect. It is important to note that mild side effects are quite common with medications. ഇത് മൈൽഡ് അല്ലാത്തതാണ്, അതുകൊണ്ട് പറയുകയാണ്. ചെറിയ കുഴപ്പങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്. മെഡിന്ത്യയിൽ നിന്ന് വീണ്ടും മെഡിക്കേഷൻസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ടു കോസ് ഇൻക്രീസ് അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി. അതൊരു രോഗമാണ്, അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി. ദിസ് സെക്ഷൻ presents indications that are known to potentially lead to attention concentration difficulty as a side effect. ഏതെല്ലാം മരുന്നുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്? അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി. ടയാഗബീനും എപ്പിലെപ്സിക്ക്, ഫിറ്റ്സിനൊക്കെ നൽകി വരുന്ന മരുന്നാണ്. ടോപ്പിറാമൈഡ് അതും അപസ്മാരത്തിന്, ഫിറ്റ്സിനെല്ലാം നൽകി വരുന്ന മരുന്നാണ്, എപ്പിലെപ്സി മരുന്നാണ്. ഈ മരുന്നുകളെല്ലാം കഴിക്കുന്ന ആളുകളിൽ പലതരത്തിലുള്ള അറ്റൻഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാകും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും, AD ഉണ്ടാകും, ADHD ഉണ്ടാകും. ഇനിയും തീർന്നില്ല. ഈ ADHD ഉണ്ടാക്കുന്ന മരുന്നുകൾ ഇനിയുമുണ്ട്. മെഡ് ഇന്ത്യ തന്നെ പറയുന്നു, മെഡിക്കേഷൻസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ടു കോസ് ഇൻക്രീസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഫഹദ് ഫാസിലിന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണിത് ഉണ്ടായത് എന്ന് നോക്കാവുന്നതാണ്. This section presents medicines that are known to potentially lead to attention deficit hyperactivity disorder as a side effect. ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകളെല്ലാം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാക്കുന്നവയാണ്. അതുകൂടാതെ ഇതിൽ നൽകിയിട്ടുള്ള മരുന്നുകളുടെ പേരുകൾ പറയാം. ഗ്ലാൻസിക്ലോവിർ വൈറൽ രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്, അത് കണ്ണിലൊഴിക്കാനും ഒക്കെ നൽകുന്നുണ്ട്. വാൽഗ്ലൻസിക്ലോവിർ അതും വൈറൽ അറ്റാക്കുകൾക്ക് നൽകുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകളെല്ലാം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാക്കുമെന്നാണ് മറ്റു പല സൈറ്റുകളിലും കൂടെ കാണാൻ കഴിയുന്നത്. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം. മെഡിക്കേഷൻസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ടു കോസ് ഇൻക്രീസ് ഡിസ്റ്റർബൻസസ് ഇൻ അറ്റൻഷൻ. അങ്ങനെയും ഒരു രോഗമുണ്ട്. അതിലൊരു 10-30ഓളം മരുന്നുകളാണ് ഈ കുഴപ്പം ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നത്. ഈ മരുന്നുകളെല്ലാം അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി ഉണ്ടാക്കുമെന്നും ഇമ്പയർമെന്റ് ഓഫ് അറ്റൻഷൻ ഉണ്ടാക്കുമെന്നും പുവർ കോൺസെൻട്രേഷൻ, അതും ഒരു രോഗമാണ്, പുവർ കോൺസെൻട്രേഷൻ, ആ രോഗവും കൂടി ഉണ്ടാക്കുമെന്നും മെഡ് ഇന്ത്യ പറയുന്നുണ്ട്. ഏതെല്ലാം മരുന്നുകളാണ് മുഴുവൻ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പറയാത്തതും ഇപ്പോൾ പറഞ്ഞ മരുന്നുകളെല്ലാം ഇതിലും പെടുന്നുണ്ട്. അസറ്റാമിനോഫൻ, നിങ്ങളുടെ പാരാസെറ്റമോൾ അറ്റൻഷൻ ഡെഫിസിറ്റി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാക്കും. ഫഹദ് ഫാസിൽ എന്ന് മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ, കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കും പനിക്ക് പാരാസെറ്റമോൾ. അവർക്ക് ഈ രോഗം പുറകെ വരും. അത് ഉടനെ വരുമോ, 10 മാസം കഴിഞ്ഞു വരുമോ, 10 കൊല്ലം കഴിഞ്ഞു വരുമോ, 40 കൊല്ലം കഴിഞ്ഞു വരുമോ, അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ദോഷഫലങ്ങൾ ഉടനടി വരുന്നതുണ്ട്, ഉടനടി വരാതെ പിന്നീട് പല കാലത്തായി പലപ്പോഴായി പലതായി വരാവുന്നതുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് രോഗത്തിന് മരുന്ന് കഴിക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത്. രോഗത്തിന് മരുന്നല്ല, രോഗകാരണങ്ങൾ മാറ്റുകയാണ് വേണ്ടത്. ആൽമട്രിപ്പൈൻ മൈഗ്രെയിൻ, തലവേദനയ്ക്ക് നൽകി വരുന്ന മരുന്നാണ്. ആൽപ്രാസോളം അത് ഡിപ്രഷനൊക്കെ നൽകി വരുന്ന, ആകാംക്ഷ, ഉത്കണ്ഠ, ഇതിനെല്ലാം നൽകി വരുന്ന, വ്യാപകമായി നൽകുന്ന മരുന്നാണ്. ഒരു ദോഷഫലവും ഇല്ല എന്ന് ആലപ്പുഴയെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാതൃഭൂമിയുടെ ആരോഗ്യ മാസികയിൽ എഴുതിയ ഒരു മരുന്നാണ്. ഒരു കുഴപ്പമില്ല എന്നാണ്. അമെൻറ്റാഡിൻ പാർക്കിൻസൺ മരുന്നാണ്. അമിട്രിപ്റ്റൈൻ
മൈഗ്രെയിൻ മരുന്നാണ്, വേദനയ്ക്ക് നൽകുന്ന മരുന്നാണ്. അമോക്സാപ്പിൻ ഡിപ്രഷന് നൽകുന്ന മരുന്നാണ്. ആംഫെറ്റാമിൻ പെർഫോമൻസ് നന്നാക്കാൻ, നന്നായിട്ട് അഭിനയിക്കാൻ, നന്നായിട്ട് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ, പെർഫോമൻസ് ബൂസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരുവിധമുള്ള പ്രൊഫഷണലുകളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു മരുന്നാണ്. പരീക്ഷകളിൽ നന്നായി എഴുതാൻ ഒക്കെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു സാധനമാണ് ആംഫെറ്റാമിൻ. ഫഹദ് ഫാസിൽ ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ മരുന്നുകളിൽ ഏതെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. BP ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന പല മരുന്നുകളും ഈ കുഴപ്പമുണ്ടാക്കും. ബീറ്റാസോളോൾ, ബോസെപ്രവീർ ഹെപ്പറ്റൈറ്റിസ് സിക്ക് കഴിക്കുന്ന മരുന്ന്. ബോസെൻറ്റൻ അത് ശ്വാസകോശത്തിൽ BP ഉണ്ടെന്ന് പറഞ്ഞ് നൽകുന്ന മരുന്നാണ്. സിപ്രോഫ്ലോക്സാസിൻ അത് ഒരു ആന്റിബയോട്ടിക് ആയിട്ട് വ്യാപകമായി നൽകുന്നതാണ്. UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രക്കടച്ചിലിന്, ചെസ്റ്റ് ഇൻഫെക്ഷന്, തൊലിയിലുണ്ടാകുന്ന ഇൻഫെക്ഷന്, അസ്ഥിക്കുണ്ടാകുന്ന ഇൻഫെക്ഷന്, പലതരത്തിലുള്ള നീർക്കെട്ടിന്, അത് തുടങ്ങി നിരവധി മരുന്നുകളുടെ പേരാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാക്കുന്നതായിട്ട് സൈറ്റ് പറയുന്നത്. അതൊക്കെ നിങ്ങളിരുന്ന് നോക്ക്. ഇനി ഈ ADHD എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചാൽ ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന സമ്മാനം, ആ മരുന്നുകൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനം എന്താണ്, ആ മരുന്നുകളുടെ ദോഷഫലം എന്താണ് എന്നുകൂടി നിങ്ങൾ അറിയണം. ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് വിശദമായി തന്നെ ഈ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ രോഗത്തിന് കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മരുന്നുകളുടെ ദോഷഫലവും പറയുന്നുണ്ട്. അവർ പറയുന്നതിൻ്റെ അപ്പുറത്താണ് ദോഷഫലങ്ങളെന്നുള്ളത് നമുക്കറിയാം. ഇവരെല്ലാം പറയുന്ന ദോഷഫലങ്ങൾ പലതും മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് ആണ്. ആ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് കമ്പനി പറയുന്നതിൽ ഒന്നും കാണില്ല. പക്ഷേ വേറൊരു രീതിയിൽ കൂടി നോക്കുമ്പോൾ ഞാനീ പറഞ്ഞ തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണാം. അതിനും അപ്പുറത്താണ് യഥാർത്ഥത്തിലുള്ള മരുന്നുകളുടെ തകരാറുകൾ. വാട്ട് ഡസ് ADHD മെഡിക്കേഷൻസ് ഡു? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി മെഡിസിൻസ് എന്താണ് ചെയ്യുന്നത്? പലതരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അത് വർക്ക് ബൈ ഇൻക്രീസിങ് ദി ലെവൽസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അളവ് കൂട്ടുന്നു. അത് തലച്ചോറിനുള്ളിൽ ചെയ്യുന്ന പണിയാണ്. These neurotransmitters include dopamine and norepinephrine. Increasing the amount of these neurotransmitters helps improve the symptoms of ADHD, including increased attention span. ശ്രദ്ധിക്കുന്ന സമയം കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക. Reducing hyperactivity, നിങ്ങളുടെ അമിതമായ ആവേശമൊക്കെ ഒന്ന് കുറപ്പിക്കുക, പ്രവർത്തനങ്ങൾ കുറപ്പിക്കുക. കൺട്രോളിങ് ഇമ്പൾസീവ് ബിഹേവിയർ, ക്ഷമയില്ലാത്ത സ്വഭാവമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കുക. മാനേജിങ് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, വ്യവസായികൾക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകൾക്കൊക്കെ പറ്റും. അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ സഹായിക്കുക. പുറകെ എന്താ സംഭവിക്കുക എന്നുള്ളത്, ഇത് തുരുതുരാ കഴിക്കേണ്ടതായി വരും, നിരന്തരമായി കഴിക്കേണ്ടതായി വരും. ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, ഗുണം ഇതൊക്കെയാണ്. ADHD മെഡിക്കേഷൻസ് എഫക്റ്റ് ഈച്ച് പേഴ്സൺ ഡിഫറെൻ്റ്ലി. ഓരോ ആളുകളിലും ഓരോരോ തരത്തിലാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്. വാട്ട് വർക്ക്സ് ഫോർ വൺ പേഴ്സൺ മേ നോട്ട് ബി ഇഫക്റ്റീവ് ഫോർ യു ഓർ യുവർ ചൈൽഡ്. മറ്റൊരാളിൽ ഫലപ്രദമായ ഒരു മരുന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ യോജിക്കണമെന്നില്ല. ഓർ ഇറ്റ് മേ കോസ് ബോതർസം സൈഡ് എഫക്ട്സ്, ഇത് വേണ്ടാത്ത ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും വരാം. ഓർ യു മേ ഹാവ് ദി കറക്റ്റ് മെഡിക്കേഷൻ, അത് നിങ്ങൾക്ക് കൃത്യമായ ശരിയായ മരുന്നാണെങ്കിൽ തന്നെയും, ബട്ട് നീഡ് എ ഹയർ ഡോസ്, കുറെ കൂടിയ ഡോസായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ADHD മെഡിക്കേഷൻ? ഏതെല്ലാം തരത്തിലുള്ള മരുന്നുകളാണുള്ളത്? സ്റ്റിമുലൻസ് ഉണ്ട്, നോൺ സ്റ്റിമുലൻസ് ഉണ്ട്, ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. സ്റ്റിമുലൻസിൽ തന്നെ ഇമ്മീഡിയറ്റ് റിലീസ്, ഷോർട്ട് ആക്ടിങ്, എക്സ്റ്റെൻഡഡ് റിലീസ്,
നീണ്ടു നിൽക്കുന്ന പതുക്കെ പുറത്തുവിടുന്നതുണ്ട്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഓർ ലോങ് ആക്ടിങ് അങ്ങനെയുള്ള മരുന്നുകളുണ്ട്, നോൺ സ്റ്റിമുലൻസ് ഉണ്ട്, ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പേരുകൾ ക്ലീവ്ലാൻഡ്സ് ക്ലിനിക്കിൻ്റെ ADHD മെഡിക്കേഷൻ എന്നുള്ള പേജിൽ പോയാൽ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നതാണ്. പഠിക്കണം. റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. വാട്ട് ആർ ദി സൈഡ് എഫക്ട്സ് ഓഫ് ADHD മെഡിക്കേഷൻസ്? അത് പെട്ടെന്നൊക്കെ തന്നെ മാറുന്നതാണ്, വളരെ ലളിതമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലീവ്ലാൻഡ്സ് പറയുന്നത്. പക്ഷെ ഓരോ മരുന്നിൻ്റെയും പേര് വെച്ചിട്ട് നിങ്ങൾ നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ്, വിശപ്പ് അങ്ങ് കുറയുക. അത് ഈ മരുന്നെടുക്കുന്ന സ്റ്റിമുലൻസ് എടുക്കുന്ന 80% ആളുകളിലും ആ കുഴപ്പമുണ്ടാവും. അപ്പോൾ അത് വേറെ മരുന്ന് കഴിച്ചാൽ മതി കൂട്ടാനുള്ളത്. ഞങ്ങൾക്ക് മരുന്ന് വിൽക്കണം, അതേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ലാഭം കൂട്ടുക, അതാണ് മരുന്ന് കമ്പനികളുടെ ലക്ഷ്യം. വെയ്റ്റ് ലോസ്, അതുകൊണ്ടൊക്കെ തന്നെ ഈ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആണ് വെയ്റ്റ് ലോസ് എങ്കിൽ പോലും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മരുന്നൊക്കെ കൊടുത്തു കളയും. അതിൻ്റെ ഗതികേട് പുറകെ അവർ അനുഭവിക്കണം. ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്, ഉറങ്ങാനുള്ള പ്രയാസം ഉണ്ടാക്കും. അതിന് ഉറക്ക ഗുളിക വേറെ നമുക്കുണ്ടല്ലോ, പേടിക്കണ്ട കേട്ടോ. പിന്നെ ആങ്സൈറ്റി, അതിനൊക്കെയുള്ള മരുന്നല്ലേ ഇത്. ആങ്സൈറ്റി ഉത്കണ്ഠ കൊണ്ട് ഈ കുരങ്ങൻ്റെ സ്വഭാവം കാണിക്കുന്ന, കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയ സ്വഭാവമൊക്കെ കാണിക്കുന്ന ടിക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്, കണ്ണുകളിങ്ങനെ പെട്ടെന്ന് നടക്കുക, ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സൈഡ് എഫക്ട്സ് ഉള്ളത് മൈനർ ഗ്രോത്ത് ഡിലേ ആണ്. അതായത് കുട്ടികളുടെ വളർച്ച അങ്ങ് പതുക്കെയാകുക, മുരടിക്കുക. അപ്സെറ്റ് സ്റ്റൊമക്ക്, വയറാകെ കൊളാകുക. ഓക്കാനം, ഛർദി, അതുമൊക്കെ വരാം. ചേഞ്ചസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് ബീറ്റ്സ്, അത് ബ്ലഡ് പ്രഷർ BP കൂടാം കുറയാം. അതുപോലെ ഹൃദയമിടിപ്പൊന്ന് കൂട്ടും. അപ്പോൾ BP മരുന്ന് ജീവിതകാലം മുഴുവൻ കിട്ടും. ഹാർട്ട് റേറ്റ് തകരാറിലാകുന്നതിനും മരുന്നുണ്ട്, പേടിക്കണ്ട. പിന്നെ വേറെ എന്തിനെങ്കിലുമൊക്കെ മരുന്ന് കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നും ഈ മരുന്നുകളൊക്കെ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ അത് വലിയൊരു തകരാറായിട്ട് വേറെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ കുഴപ്പത്തിനൊക്കെ ഞങ്ങൾ മരുന്ന് തന്നെ തരും. പിന്നെ ഈ ദോഷഫലങ്ങൾ ഏതാനും ആഴ്ചകളായിട്ടും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ മരുന്ന് കഴിക്കുന്ന തവണകളിലോ അതിൻ്റെ അളവിലോ നമുക്ക് മാറ്റം വരുത്തണം. അല്ല എങ്കിൽ ഇത് സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള റിലീസൊക്കെ ആണെങ്കിൽ അതിലൊരു മാറ്റം വരുത്താം. മീഥൈൽ ഫെനിഡേറ്റ് എന്ന ADHD മരുന്നാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 10 പേരിൽ ഒരാൾക്കൊക്കെ വരുന്നതിനെയാണ് ഞങ്ങൾ കോമൺ എന്ന് പറയുന്നത്. റെയർ എന്ന് പറയുന്നത് 1000 പേരിൽ ഒരാൾക്ക്. 10 പേർക്കും വരാം. 10 പേരിൽ ഒരാൾക്ക് ഇപ്പോഴും വന്നു, ബാക്കി 9 പേർക്ക് പടിപടിയായി പിന്നീട് വരാം. അല്ല, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയുള്ള ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുമെന്ന് പറയുന്ന മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് അവർ തന്നെ പറയാത്തത് വേറെ പുറകെ വരും. കരളിന് കേട്, കിഡ്നിക്ക് കേട്, BP കൂടിയിട്ട് സ്ട്രോക്ക്, ഹാർട്ട് റേറ്റ് കൂടിയിട്ട് ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഫലമായിട്ടുള്ള സ്റ്റെൻറ്റ് കയറ്റൽ തുടങ്ങിയിട്ട് അതല്ലാതെ തന്നെ ഹാർട്ട് പൊട്ടൽ, വേറൊരു മരുന്നും കൂടെ കഴിച്ചതുകൊണ്ടുണ്ടായിട്ടുള്ള മെഡിക്കൽ ഇൻട്രാക്ഷൻ, ഡ്രഗ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, ഭക്ഷണം ചിലത് കഴിച്ചപ്പോൾ ഉണ്ടായ ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻട്രാക്ഷൻ, മദ്യം കഴിച്ചപ്പോൾ ഡ്രഗും ലിക്കറുമായിട്ടുണ്ടായ ഇൻട്രാക്ഷൻ, ഇങ്ങനെ നിരവധിയായ തകരാറുകളാണ് പറയപ്പെടാത്തതായിട്ട് വേറെ നിൽക്കുന്നത്. ഈ പറയുന്ന തകരാറ് വെച്ച് തന്നെ നോക്കുമ്പോൾ ഫീലിംഗ് അഗ്രസീവ്, ഇറിറ്റബിൾ, ഡിപ്രസ്ഡ്, ആങ്ഷ്യസ്, ടെൻസ്. അപ്പം കൂട്ടുകാരെ, നമ്മുടെ ADHD തന്നെയല്ലേ ഇതിനേക്കാളൊക്കെ നല്ലത്? ഈ മരുന്നുകളെക്കാൾ ഭേദം രോഗം തന്നെയല്ലേ? ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുടെ പ്രയാസത്തിൻ്റെ പേരിൽ
ഈ കൂടുതൽ കുഴപ്പങ്ങൾ നമ്മൾ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത് ബുദ്ധിയാണോ? ഇതൊക്കെയാണ് ADHD മരുന്നുകളുടെ ദോഷഫലങ്ങളായിട്ട് UK ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ള പേജിൽ കാണാൻ കഴിയുന്നത്. രോഗമേ നീ എത്ര ഭേദം. അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടല്ലേ. സൈക്യാട്രിസ്റ്റുകൾ മനുഷ്യനെ ഭ്രാന്തരാക്കുന്ന ചികിത്സകളാണ് കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളും പോവല്ലേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൈറ്റുകളിലെല്ലാം കയറി നിങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കരുത്, അവർ പറയുന്നത് കൊണ്ടും വിശ്വസിക്കരുത്. തട്ടിപ്പുകൾ പലതും നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല തട്ടിപ്പുകളിലും പെട്ടാലും നമുക്ക് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ ആരോഗ്യ തട്ടിപ്പിൽ പെട്ടാൽ പോട്ടെ എന്ന് വെക്കാൻ സാധിക്കില്ല, തിരിച്ചു പോരാൻ സാധിക്കില്ല, പരലോകത്തേക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ട് കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾക്കെല്ലാം വാശിയോടെ പ്രചരിപ്പിക്കണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് നമുക്കൊരു പോസ്റ്റ് ഉണ്ടാകും. കമൻറ്റുകൾ എഴുതണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം, അനുഭവങ്ങൾ എഴുതണം. നന്ദി, നമസ്കാരം.